വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ആ കുഞ്ഞിൻ്റെ അവസ്ഥയോർത്ത് ശാരദാമ്മ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം പറയുകയാണ്, സത്യങ്ങൾ കുഞ്ഞിനോട് തുറന്നു പറയുന്നത് തന്നെയാണ് നല്ലത്, അല്ലെങ്കിൽ കുഞ്ഞിന് നമുക്ക് കൈവിട്ട് പോകും എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ സത്യയും കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. ഈ ഒരു പ്രായത്തിൽ ഏത് കുഞ്ഞും അച്ഛന് വേണം, അച്ഛൻ്റെ സ്നേഹവും പറ്റിലാണല്ലേയും ഒക്കെ അങ്ങോട്ട് ആഗ്രഹിക്കും. പക്ഷേ ഞാൻ എന്താണ് പറയുക, ഇതിൽ നിന്നും അവൾ എന്നെ തന്നെ ശത്രുവായിട്ട് കാണും, അതിന് തടസ്സം നിൽക്കുന്നവരെ ശത്രുവായിട്ട് കാണും, അപ്പോൾ എന്നെ തന്നെ ശത്രുവായിട്ട് കാണും എന്ന് പറഞ്ഞിട്ട് ശാലിനി ആകെ അങ്ങോട്ട് വിഷമിക്കുകയാണ്. അന്നേരം നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. വിഷ്ണുവാണ് അവളുടെ അച്ഛനെന്ന് അവളോട് പറയാം, വിഷ്ണുവിനോട് വിഷ്ണുവിൻ്റെ മകളാണെന്നും പറയാം, അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്ന് പറയുമ്പോൾ എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ എന്നിങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ പിന്നെ പപ്പിയുടെ കാര്യം എന്താകും, ഇവളെ പ്രസവിച്ച പിന്നെ ഹോസ്പിറ്റലിൽ ഡേറ്റ് എല്ലാമൊക്കെ എടുക്കുമ്പോൾ പപ്പിയുടെ കാര്യവും പുറത്ത് വരിക തന്നെ ചെയ്യും. സ്വന്തം മകളെ മറ്റൊരുത്തൻ്റെ മകളായിട്ട് കാണേണ്ടി വരുന്ന വിഷ്ണുവേട്ടൻ്റെ അവസ്ഥ എന്താകും, വിഷ്ണുവേട്ടൻ എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് എല്ലാവരുടെയും ജീവിതം തകരും എന്നുള്ള രീതിയിൽ ശാലിനി ചിന്തിക്കുകയാണ്, പറയുന്നുണ്ട്. അന്നേരം പിന്നെ ഇത് എന്ത് ചെയ്യുമെന്നിങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ചിന്തിക്കുന്നത് ആർക്കും ദോഷമുണ്ടാകാതെ ഇതിനെങ്ങനെ പരിഹാരം കാണാം എന്നുള്ള രീതിക്കാണ് എന്ന് പറഞ്ഞിട്ട് സത്യം ഒന്ന് നോക്കിയിട്ട് ശാലിനി കരഞ്ഞുകൊണ്ടങ്ങ് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഇതേ സമയം ശാരദാമ്മയാണെങ്കിൽ കുഞ്ഞിൻ്റെ അടുത്തിരുന്ന് കുഞ്ഞിനെ തലോടിക്കൊണ്ട് വിഷമിക്കുകയാണ്. അന്നേരവും കുഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അച്ഛനെപ്പോൾ വരും, അച്ഛന് എന്നോട് സ്നേഹമില്ലേ, എന്നെ ഇഷ്ടമില്ലേ എന്നൊക്കെ ഈ സത്യം ഇങ്ങനെ ഉറക്കത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അവിടെ പപ്പിയാണെങ്കിൽ റൂമിലാകെ സങ്കടപ്പെട്ട് സത്യയുടെ കാര്യമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ ഒരു ഗ്ലാസ് പാലുമായിട്ട് വരുന്നുണ്ട്, പപ്പിയെന്ന് വിളിച്ചുകൊണ്ട്. അന്നേരം നീ ഇവിടെ ഇരിക്കുകയായിരുന്നോ, ഞാൻ എവിടെല്ലാം നോക്കിയത്, ഈ പാല് കുടിച്ചതെന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം എനിക്ക് വേണ്ട അമ്മേ, എനിക്ക് സത്യയുടെ കാര്യം ആലോചിച്ചിട്ട് ആകെ വിഷമമാണ്, സത്യേൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, അപ്പോൾ അവൾക്കൊരു സങ്കടം വരുമ്പോൾ ഞാനും കൂടി സങ്കടപ്പെടണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ്. ശ്യാമ മനസ്സിൽ കരുതുന്നുണ്ട് അതങ്ങനെ തന്നെ വേണം, ഒരമ്മയുടെ മക്കളാകുമ്പോൾ ഒരാൾക്ക് സങ്കടം ഉണ്ടാകുമ്പോൾ മറ്റേ ആളും സങ്കടപ്പെടണം, സങ്കടങ്ങൾ ഷെയർ ചെയ്ത് പരിഹാരം കാണുകയൊക്കെ വേണം എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ശരി തന്നെ, പക്ഷേ സത്യം അവിടെയല്ലേ, നിങ്ങളിങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അമ്മയ്ക്കല്ലേ വിഷമം ഉണ്ടാകുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് സത്യം സഹായിക്കാൻ ഒരു വഴിയില്ലേ അമ്മയെന്നിങ്ങനെ പപ്പി ചോദിക്കുന്നുണ്ട്. അന്നേരം അവിടെ ആയിരുന്നെങ്കിലും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാമായിരുന്നു, പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ എന്തോ ചെയ്യാനാണ്, പക്ഷെ മോള് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ അമ്മയ്ക്കല്ലേ ഒരുപാട് സങ്കടം, ഇതങ്ങോട്ട് കുടിക്ക് എന്ന് പറഞ്ഞിട്ട് പാല് നീട്ടുകയാണ്. ഈ സമയത്ത് വിഷ്ണു ആണെങ്കിൽ പിന്നെ വിഷ്ണു അച്ഛൻ്റെ പപ്പി കുട്ടിയെന്നും പറഞ്ഞിട്ട് വരുന്നുണ്ട്. വിഷ്ണു കയ്യിലാണെങ്കിൽ ഒരു പാക്കറ്റ് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ടാണ് വരുന്നത്. അന്നേരം ശ്യാമ അങ്ങോട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. തുടർന്ന് എന്താ ഒരു വിഷമം, നല്ല വിഷമത്തിലാണല്ലോ, എന്താ കാര്യം എന്നിങ്ങനെ ഈ പപ്പിയുടെ മുഖം കണ്ടിട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട്. അന്നേരം അത് വിഷ്ണു അച്ഛ എന്നിങ്ങനെ പറഞ്ഞിട്ട് എന്താ സങ്കടം ചോദിക്കും പറയാനായിട്ട് വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് പപ്പി പറയുന്നില്ല, അത് ഒന്നുമില്ല എന്ന് പറയുകയാണ്. അന്നേരം വിഷ്ണു അങ്ങോട്ട് കട്ടിലേക്ക് ഇരുന്നിട്ട് പറയുകയാണ്, എന്നോടും പറയില്ലേ, വിഷ്ണു അച്ഛനോടും പിണക്കമാണോ, എങ്കിൽ പിണക്കം മാറ്റാനായിട്ട് വിഷ്ണു അച്ഛൻ പപ്പി കൂട്ടാൻ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ടണ്ടടാന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാക്കറ്റ് അങ്ങോട്ട് നീട്ടുകയാണ്. അന്നേരം ഹായ് ഫോൺ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഇതങ്ങോട്ട് വാങ്ങിയിട്ട് അത് തുറന്നൊക്കെ നോക്കുകയാണ്. അന്നേരം ഇത് ഗെയിം കളിക്കാനല്ല, പഠിക്കാനാണ് വാങ്ങിക്കൊണ്ട്, ഓൺലൈൻ ക്ലാസ്സിന് പഠിക്കാനാണ് കൊണ്ടുവന്നത്, അങ്ങനെ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഇതങ്ങോട്ട് തിരിച്ചു വാങ്ങിക്കും, സിം അടക്കം എല്ലാം അതിലുണ്ട് എന്നിങ്ങനെ വിഷ്ണു പറയുകയാണ്. അന്നേരം എൻ്റെ ചക്കര വിഷ്ണു അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് പപ്പിയാണെങ്കിൽ വിഷ്ണുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോണും കൊണ്ടങ്ങ് പുറത്തേക്ക് ഓടുകയാണ്. അന്നേരം ഇത് കുടിച്ചിട്ട് പോമോളെ എന്ന് ശ്യാമ പറയുമ്പോൾ വേണ്ട ഞാൻ പിന്നെ കുടിച്ചോളാം എന്നും പറഞ്ഞിട്ട് ഫോൺ കിട്ടിയ സന്തോഷത്തിൽ പപ്പി അങ്ങ് പോവുകയാണ്. തുടർന്ന് വിഷ്ണു ശ്യാമയോട് പറയുന്നുണ്ട്, അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ, ഞാൻ ഫോൺ കൊണ്ടുവരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ച് കാണില്ല എന്ന്. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, അവൾ ഒന്ന് ചിരിച്ച് കണ്ടത് ഇപ്പോഴാണ്, ഇത്രയും നേരം സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു എന്ന്. അന്നേരം അതിന് മാത്രം സങ്കടപ്പെടാനായിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ സത്യയുടെ കാര്യം ആലോചിച്ചിട്ടാണ്. സത്യ അവിടെ ആകെ പിന്നെ ഭക്ഷണമൊന്നും കഴിക്കാതെ ആകെ പിണക്കത്തിലിരിക്കുകയാണ്, അച്ഛനെ കാണണമെന്നുള്ളൊരു വാശിയാണ്, ഭക്ഷണമൊന്നും കഴിക്കാതെ തളർന്നു പോയി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടറും അങ്ങനെയാണ് പറഞ്ഞത്, അച്ഛനെ കാണിക്കണമെന്നുള്ളത്. ആ കുരുന്ന് മനസ്സിൽ അച്ഛനെ കാണണം എന്നുള്ളൊരു ആഗ്രഹം എങ്ങനെയോ വന്നു പോയി, എന്താ ചെയ്യുക എന്നും പറഞ്ഞ് ശ്യാമ ഇങ്ങനെ പറയുകയാണ്. അന്നേരം അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ ശ്യാമയാണെങ്കിൽ പക്ഷേ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. അന്നേരം വിഷ്ണു അങ്ങ് പറയുകയാണ്, ഇതിങ്ങനെ ഒരു എത്തും പിടി ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല, കുട്ടികളുടെ ജീവൻ വെച്ചിട്ടാണോ കളിക്കുന്നത്, ഞാൻ എന്തായാലും സത്യയെ കാണാനായിട്ട് പോവുകയാണ്, അതിപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ ഹോസ്പിറ്റലിൽ, വീട്ടിലാണെങ്കിൽ വീട്ടിൽ, എന്നെ കൊണ്ടാവുന്ന വിധം സത്യയെ സമാധാനിപ്പിച്ചിട്ട് ഞാൻ തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങ് ഇറങ്ങുകയാണ്. അന്നേരം വിഷ്ണു ഏട്ടാന്നൊക്കെ ശ്യാമ വിളിക്കുന്നുണ്ടെങ്കിലും വിഷ്ണു നിൽക്കുന്നില്ല, വിഷ്ണു അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ശ്യാമ മനസ്സിൽ കരുതുകയാണ്, സത്യയെ ആശ്വസിപ്പിക്കാനെങ്കിലും വിഷ്ണുവേട്ടൻ സത്യയുടെ അച്ഛനാണെന്ന് ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു, ആ കുരുന്ന് മനസ്സിനൊരു ആശ്വാസമായേനെന്ന് ശ്യാമയും ചിന്തിക്കുന്നുണ്ട്.
തുടർന്ന് വിഷ്ണു ആണെങ്കിൽ വണ്ടി എടുത്ത് പോകാൻ നേരം പപ്പിയാണെങ്കിൽ അവിടെ വെളിയിലിരുന്ന ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടി സ്റ്റാർട്ടാക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ വിഷ്ണു വെച്ചാൽ എങ്ങോട്ട് പോകാൻ ചോദിക്കുമ്പോൾ ഇപ്പോൾ വരാം മോളെ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു വണ്ടി എടുത്ത് പോകുന്നുണ്ട്. അത് മുകളിൽ നിന്ന് ശ്യാമയും നോക്കി നിൽക്കുന്നുണ്ട്. തുടർന്ന് പപ്പിയാണെങ്കിൽ ആ ആപ്പ് ഒന്ന് സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മൊബൈൽ ആപ്പ് നോക്കിയിട്ട് തുടർന്ന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട്. തുടർന്ന് ഇനി സത്യയെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ശബ്ദം സെലക്ട് ചെയ്യണമല്ലോ, സത്യയ്ക്ക് ഇഷ്ടമില്ല ബിഗ് ഫ്രണ്ടിൻ്റെ വിഷ്ണുച്ചൻ്റെ ശബ്ദം തന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ സെലക്ട് ചെയ്തിട്ട് പിന്നെ സത്യ ഫോൺ വിളിക്കുകയാണ്. അന്നേരം സത്യ അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ ഫോൺ ബെല്ല് സൗണ്ട് കേട്ട് എടുക്കുന്നുണ്ട്. അന്നേരം ഹലോ എന്ന് ചോദിച്ചിട്ട് ആരാ വിളിക്കുന്നേ എന്നൊക്കെ സത്യ ചോദിക്കുന്നുണ്ട്. തുടർന്ന് പപ്പി സംസാരിക്കുകയാണ്. അന്നേരം എനിക്കെൻ്റെ മോളെ വേണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം പപ്പി സംസാരിക്കുമ്പോൾ മറുതലയ്ക്കൽ അവിടെ വിഷ്ണുവിൻ്റെ ശബ്ദമായിട്ടാണ് ചെല്ലുന്നത്. അന്നേരം ഒന്നുകൂടി സത്യ ചോദിക്കുമ്പോൾ അച്ഛനാണ് വിളിക്കുന്നതെന്ന് ചോദിക്കുകയാണ് പറയുന്നുണ്ട്. അന്നേരം സത്യം എന്നിങ്ങനെ അതേ സത്യ അച്ഛനാണ് എന്നിങ്ങനെ വിഷ്ണുവിൻ്റെ ശബ്ദത്തിൽ പപ്പി സംസാരിക്കുകയാണ്. അന്നേരം അച്ഛൻ്റെ ശബ്ദവും പിന്നെ എൻ്റെ ബിഗ് ഫ്രണ്ടിൻ്റെ ശബ്ദവും ഒരുപോലെ ഇരിക്കുന്നു, അതേപോലത്തെ ശബ്ദം തന്നെയെന്ന് പറയുകയാണ്. അന്നേരം പപ്പി തിരിച്ച് ചോദിക്കുന്നുണ്ട് ആരായി ബിഗ് ഫ്രണ്ട് എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ സ്വന്തമാണ് എന്നിങ്ങനെ പപ്പിയുടെ വിഷ്ണു അച്ഛനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. തുടർന്ന് അച്ഛൻ എന്നെ കാണാൻ വന്നില്ലെങ്കിൽ അച്ഛൻ എന്നെ വിളിച്ചല്ലോ, ഈ സത്യമോൾക്ക് സന്തോഷമായി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഈ പപ്പി ഇങ്ങനെ സംസാരിക്കുമ്പോൾ മറുതലയ്ക്കൽ വിഷ്ണുവിൻ്റെ ശബ്ദമായിട്ടാണല്ലോ കേൾക്കുന്നത്. അതേസമയം വിഷ്ണു ആണെങ്കിൽ വണ്ടിയിൽ ഇങ്ങനെ വരുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ വേറൊരു സീൻ പോലെ കാണിക്കുന്നത് ഒരാളിങ്ങനെ, അത് വിഷ്ണു തന്നെയാണ് കാണിക്കുന്നത്, മുഖം കാണിക്കുന്നില്ല, തൊപ്പിയൊക്കെ വെച്ച് തിരിഞ്ഞു നിന്ന് സംസാരിക്കുന്നതായിട്ട് ഈ സത്യയോട് സംസാരിക്കുന്ന ആ സീൻ. സത്യയോട് സംസാരിക്കുന്ന ആ സീൻ പപ്പി സംസാരിക്കുമ്പോൾ വിഷ്ണു ഇങ്ങനെ തിരിഞ്ഞിരുന്ന് സംസാരിക്കുന്നത് കാണിച്ചിട്ടാണ് സത്യ കേൾക്കുന്നതായിട്ടും കാണിക്കുന്നത്. തുടർന്ന് പറയുന്നുണ്ട് അമ്മ എന്നെ വിളിച്ചിരുന്നു, മോള് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ എന്ന്. അന്നേരം അത് അച്ഛനെ കാണാൻ വേണ്ടിയിട്ടല്ലേ നിന്നത്, എനിക്ക് അച്ഛനെ ഒരു തവണ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അമ്മയെ സങ്കടപ്പെടുത്തരുത്, മോള് ഭക്ഷണമൊക്കെ കഴിച്ചു എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അച്ഛനാണെങ്കിൽ കമ്പനിയിൽ ലീവ് ചോദിക്കും, അപ്പോൾ സത്യമോളെ കാണാനായിട്ട് അച്ഛൻ വരുമെന്ന് പറയുകയാണ്. അന്നേരം ഉറപ്പ് എന്ന് ചോദിക്കുമ്പോൾ ഉറപ്പ് എന്നിങ്ങനെ പപ്പി പറയുകയാണ്. അത് വിഷ്ണുവിൻ്റെ ശബ്ദമായിട്ട് തിരികെ ചെല്ലുന്നുണ്ട്. തുടർന്നാണെങ്കിൽ അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കഴിക്കാം, അമ്മ പറയുന്നതൊക്കെ കേൾക്കാം എന്ന് പറയുകയാണ്. എങ്കിൽ അച്ഛൻ്റെ മോൾക്കൊരു ഉമ്മ പിടിച്ചോ എന്ന് പറഞ്ഞ് ഫോണിൽ കൂടെ ഉമ്മ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. തിരിച്ച് അതേപോലെ സത്യയും കൊടുക്കുകയാണ്. അന്നേരം സത്യയ്ക്ക് ആകെ അങ്ങ് സന്തോഷിച്ച് നിൽക്കുകയാണ്. അച്ഛൻ കാണാൻ പറ്റിയില്ലെങ്കിലും വിളിച്ചു എന്നുള്ളതാകുമ്പോൾ ആകെ അങ്ങ് സന്തോഷിക്കുന്നുണ്ട് കുട്ടി. തുടർന്നവിടെ ഫോൺ വെച്ച ശേഷം പപ്പി പറയുന്നുണ്ട് സത്യ പട്ടിണി കിടക്കുന്നത് കൊണ്ട് സങ്കടം വന്നിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ണാ, എന്നോട് ക്ഷമിച്ചേക്കണേ കണ്ണാ എന്നൊക്കെ പപ്പി അവിടെ ഇരുന്ന് പറയുന്നുണ്ട്. ഇതേസമയം ശാരദാമ്മ അവിടെ പച്ചക്കറിയൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശാലിനി വരുന്നുണ്ട്. അന്നേരം സത്യ എഴുന്നേറ്റവും ചോദിക്കുകയാണ്. അന്നേരം എഴുന്നേറ്റവും തോന്നുന്നു ഞാനങ്ങോട്ട് പോയില്ല, അവളുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാനായിട്ട് എനിക്ക് കഴിയില്ലല്ലോ എന്ന് പറയുകയാണ്. അന്നേരം അതെ കഴിയില്ല, പിന്നെ നിങ്ങൾ വളർന്ന സാഹചര്യത്തിലല്ലല്ലോ സത്യമോളിപ്പോൾ വളരുന്നത്, നിങ്ങൾക്കാണെങ്കിൽ നിനക്കും വാശിയാണെങ്കിൽ ഒട്ടും പുറകോട്ടല്ലായിരുന്നല്ലോ, പക്ഷേ അച്ഛനെ കാണണമെന്നുള്ളൊരു വാശി നിങ്ങൾക്കില്ലായിരുന്നു, അതുപോലെയല്ല അവൾക്ക് അച്ഛനെ കാണണമെന്ന് തണലിൽ ജീവിക്കണം എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹം വലുതായിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ അച്ഛനെ നിങ്ങൾക്ക് പണ്ടേ പേടിയായിരുന്നല്ലോ, അത് ഇപ്പോൾ കണ്ടില്ലേ ഒരു പോയ പോക്ക് പോലെ അങ്ങ് പോയിരിക്കുകയാണ്, എവിടെയാണെന്ന് പോലും അറിയില്ല, ഇനി പട്ടിണി കിടന്നൊരു കോലമായിട്ട് തിരിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഗോപാലകൃഷ്ണനെ കുറിച്ച്. അന്നേരം ഇപ്പോൾ എവിടെയാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആർക്കറിയാം, ഇനി പൈസയ്ക്ക് വല്ല ആവശ്യമുള്ളപ്പോൾ ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കും, അതൊക്കെ തീരുമ്പോൾ പിന്നെ വരികയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു സത്യയുടെ കാര്യം ഓർത്ത് ശാരദാമ്മ ഇങ്ങോട്ട് സങ്കടപ്പെടുകയാണ്. അവൾക്ക് അച്ഛനെ വേണം, അച്ഛനെ കാട്ടിക്കൊടുക്കണം, ആ കുഞ്ഞിന് അച്ഛൻ്റെ സ്നേഹം വേണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ടാണെങ്കിൽ സത്യ ഓടി വരുന്നുണ്ട്. തുടർന്ന് ഓടി വന്ന് സത്യ പറയുകയാണ് അമ്മയെ കഴിക്കാൻ എന്താ ഉള്ളത്, എനിക്ക് നല്ല വിശപ്പ്, എന്തെങ്കിലും എടുത്തേന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മയും ശാലിനി ഇങ്ങനെ വായം വിളിച്ച് സത്യയെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുന്നുണ്ട് എടി കുഞ്ഞ് ചോദിക്കുന്ന കേട്ടില്ലേ, എന്തെങ്കിലും എടുത്തു കൊടുക്കുമെന്ന് പറയുമ്പോൾ അമ്മ എപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് ശാലിനി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അന്നേരം ഞാൻ കൈ കഴുകിയിട്ട് വരാമെന്നും പറഞ്ഞ് സത്യയും പോവുകയാണ്. അന്നേരം ശാരദാമ്മ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഈശ്വര എൻ്റെ പ്രാർത്ഥന കേട്ടു, കുഞ്ഞിനെ കഴിക്കാനായിട്ട് മനസ്സ് വന്നല്ലോ എന്ന ആശ്വാസത്തിൽ ശാരദാമ്മ ഇരിക്കുകയാണ്. ഇതേസമയം പപ്പിയാണെങ്കിൽ അവിടെ ഫോൺ ഓഫാക്കി വെക്കുന്നുണ്ട്. സത്യയെ വിളിക്കാവുന്ന സമയത്ത് മാത്രം ഓൺ ചെയ്യാം, അല്ലെങ്കിൽ കുഴപ്പമോന്നും പറഞ്ഞ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. തുടർന്ന് ശാലിനി ഭക്ഷണമായിട്ട് വരുന്നുണ്ട്. അന്നേരം സത്യ എവിടെയും ചോദിക്കുമ്പോൾ കൈ കഴുകാൻ പോയതാണെന്ന് പറയുന്നുണ്ട്. എന്നാലും അവളുടെ മനസ്സിന് മാറ്റം വന്നല്ലോ എന്ന് ശാലിനി പറയുമ്പോൾ അത് മനമുരുകി പ്രാർത്ഥിച്ചിട്ടാണ്, ഭഗവാൻ ഒരു സ്വൈര്യം ഞാൻ കൊടുത്തിട്ടില്ല, എന്തായാലും പ്രാർത്ഥന കേട്ടല്ലോ, ആശ്വാസമായി എന്നും പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചിരിക്കുന്നുണ്ട്. തുടർന്ന് കൈ കഴുകിയിട്ട് സത്യ വന്നിരിക്കുന്നുണ്ട്. അമ്മയെ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ മറന്നുപോയി, അച്ഛൻ എന്നെ ഫോൺ വിളിച്ചിരുന്നു എന്ന് പറയുകയാണ്. അന്നേരം ശാരദാമ്മയും ശാലിനി ഇങ്ങനെ അന്തം വിടുന്നുണ്ട്. ആര് വിളിച്ചു എന്നാണ് പറഞ്ഞിരുന്നതെന്ന് ഇങ്ങനെ ശാരദാമ്മ ചോദിക്കുമ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു എന്ന് പറയുകയാണ്.
തുടർന്ന് എൻ്റെ ഫോൺ എവിടെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പിന്നെ ഫോൺ അതാന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി ഫോൺ എടുത്ത് നോക്കിയാണ്. എന്നിട്ട് അതിൽ നമ്പരൊന്നുമില്ല, തിരിച്ച് വിളിക്കാനും പറ്റില്ല എന്ന് പറയുകയാണ്. തുടർന്ന് പേര് വല്ലതും പറഞ്ഞോ എന്നിങ്ങനെ ശാലിനി ചോദിക്കുമ്പോൾ പേര് അമ്മയ്ക്ക് അറിയാമല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് ചോദിക്കുന്നത്. പിന്നെ അച്ഛൻ പറഞ്ഞു അച്ഛൻ ജോലി തിരക്കാണ്, പിന്നീട് അച്ഛൻ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അമ്മ ഇനി അച്ഛൻ വിളിക്കുമ്പോൾ വഴക്കൊന്നും പറയല്ലോ, വഴക്ക് പറഞ്ഞാൽ അച്ഛൻ ഈ വഴിക്കേ വരില്ല എന്നൊക്കെ കുട്ടി ഇങ്ങനെ ആകെ സന്തോഷത്തിൽ സംസാരിക്കുകയാണ്. ശാരദാമ്മയെ ശാലിനി അന്തം വിട്ടത് കേട്ടിരിക്കുകയാണ്. തുടർന്ന് സത്യ പറയുന്നുണ്ട് ഞാൻ ഭക്ഷണം കാർട്ടൂൺ കണ്ട് റൂമിൽ പോയിരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഫോണും ആ ഭക്ഷണവും വാങ്ങിച്ചുകൊണ്ട് സത്യമാണെങ്കിൽ സന്തോഷത്തിലേക്ക് അകത്തേക്ക് ഓടുന്നുണ്ട്. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ് ഇതാരാടി അച്ഛൻ എന്നും പറഞ്ഞ് വിളിക്കുന്നതെന്ന്. അന്നേരം എനിക്കറിയില്ല എന്നിങ്ങനെ പറയുകയാണ്. ചിലപ്പോൾ അവൾ നമ്മളെ സമാധാനപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതായിരിക്കും എന്ന് ശാലിനി പറയുമ്പോൾ എന്നാലും അങ്ങനെ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിലോ അത് ആരാണെന്ന് അറിയണമല്ലോ, ഇനിയിപ്പോൾ നിന്നെ നേരത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന ആളാണെങ്കിലോ എന്നിങ്ങനെ ശാരദാമ്മ സംശയം പറയുകയാണ്. അന്നേരം എന്തായാലും ഇനി വിളിക്കുമല്ലോ, അപ്പം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ശാലിനി എഴുന്നേറ്റ് പോകുന്നുണ്ട്. അന്നേരം ഉള്ള മനസ്സമാധാനം കൂടി പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ഇരിക്കുകയാണ്. ഇതേസമയം വിഷ്ണു ഇങ്ങനെ വരുന്ന വഴിക്ക് സുസ്മിതയാണെങ്കിൽ റോഡരികിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ കാണുന്നുണ്ട് വിഷ്ണു ഇങ്ങനെ പോകുന്നത്. എന്നിട്ട് സുസ്മിത ഫോൺ വെച്ചിട്ട് ഇവനിത് ആർക്ക് വായു ഗുളിക വാങ്ങിക്കാനായിട്ട് പോവുകയാണ്, ഇനിയിപ്പോൾ സത്യഭാമയ്ക്കായിരിക്കുമോ, അവർക്ക് അതിനുള്ള സമയമൊന്നും കൊടുക്കില്ല, അത്രയ്ക്ക് പുണ്യപ്രവൃത്തിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് സുസ്മിതയും തൻ്റെ കാറിലേക്ക് കയറുന്നുണ്ട്. എന്നിട്ട് ഡ്രൈവറോട് പറയുകയാണ് ആ ബൈക്കിൻ്റെ പിന്നാലെ വിട്ടോ, അവൻ ആർക്ക് പരാക്രമം കാണിക്കാനാണ് പോകുന്നതെന്ന് അറിയാമല്ലോ എന്ന് പറയുകയാണ്. തുടർന്ന് വിഷ്ണുവിൻ്റെ പിന്നാലെ ഈ സുസ്മിതയുടെ വണ്ടി പോവുകയാണ്. തുടർന്ന് കാറിൽ പോകുന്ന സുസ്മിത മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇവൻ്റെ പോക്ക് കണ്ടിട്ട് മൂക്കി പഞ്ഞി വെച്ച് കിടക്കുന്ന ലക്ഷണം തന്നെയാണ്. ഈശ്വര വണ്ടി ലോറിയിൽ നിന്ന് തട്ടി എൻ്റെ മുന്നിലേക്ക് ഇട്ടേക്കല്ലേ, ചുമക്കാനുള്ള മടി കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ സുസ്മിത പറയുമ്പോൾ ഡ്രൈവറും പറയുന്നുണ്ട് ഇവനെന്തോ കുഴപ്പം ഉണ്ടാക്കിയിട്ടുള്ള പോക്കാണെന്ന് തോന്നുന്നു എന്ന് പറയുകയാണ്. അന്നേരം കുഴപ്പം തന്നെയാണ്, അടി മുതൽ മുടി വരെ അവന് കുഴപ്പം തന്നെയാണ്. ഇപ്പോൾ അമ്മ അവനെ അങ്ങോട്ട് പൂട്ടിയിട്ടിരിക്കുകയാണ്. ചിലപ്പോൾ ചോരത്തിളപ്പ് കൊണ്ട് ചില സമയങ്ങളിൽ ഇങ്ങനെ പുറത്തിറങ്ങും, ആ പോകുന്ന പോക്കാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് ഇറച്ചിയിൽ മണ്ണ് പറ്റുമ്പോഴേ അവൻ അടങ്ങുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സുസ്മിത പറയുന്നുണ്ട് വണ്ടിയിരുന്ന്. തുടർന്ന് വിഷ്ണുവിനെ ഫോളോ ചെയ്ത് സുസ്മിത പോവുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് ഇനി സുസ്മിതയും കൂടി വിഷ്ണു കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുമ്പോൾ സുസ്മിതയും ചെല്ലും. അവിടെ വെച്ച് അതൊക്കെ കാണുന്നതും സംസാരിക്കുന്നതും ഒക്കെ പിന്നെ സുസ്മിത പോയി ഫാമയെ അറിയിക്കുന്ന സീനുകളൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ. അതൊക്കെ കാണാം. ഓക്കെ, താങ്ക്